നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ അനേകരെ സുഖപ്പെടുത്തുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. അവൻ്റെ വചനങ്ങളും പ്രവൃത്തികളും ജനങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിച്ചു. അത്തരമൊരു അവസരത്തിൽ പുരുഷാരത്തിൽ നിന്നൊരു സ്ത്രീ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, നിന്നെ ചുമന്ന ഉദരവും നിനക്ക് പാൽ തന്ന മുലകളും ഭാഗ്യമുള്ളവ. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 27-ാം വാക്യം. ഈ വചനം കേവലം ഒരു സ്ത്രീയുടെ വികാര പ്രകടനമല്ല. ക്രിസ്തുവിൻ്റെ ജീവിതത്തെയും ശുശ്രൂഷയും കണ്ടപ്പോൾ അവൻ്റെ മാതാവിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ ഒരു ഹൃദയത്തിൻ്റെ സാക്ഷ്യമാണ്. ആ സ്ത്രീ ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ കണ്ട് രോഗികളെ സുഖപ്പെടുത്തുന്നവൻ, തളർന്നവരെ ഉയർത്തുന്നവൻ, പാപികളെ ദൈവത്തിങ്കിലേക്ക് തിരികെ കൊണ്ടുവരുന്നവൻ, മനുഷ്യരുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കുന്നവൻ, അങ്ങനെയുള്ള ഒരാളെ കണ്ടപ്പോൾ അവളുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വന്നത് അവൻ്റെ മാതാവിനെയാണ്. ഇത്തരമൊരു പുത്രനെ ലോകത്തിന് നൽകിയ അമ്മ എത്ര ഭാഗ്യവതി എന്ന വിസ്മയമാണ് അവളുടെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. സുറിയാനി പിതാവായ അപ്രയും പറയുന്നത്, ക്രിസ്തുവിൻ്റെ മഹത്വം കാണുമ്പോൾ മനുഷ്യർ അവനെ പ്രസവിച്ച കന്യകയുടെ ഭാഗ്യവും മഹത്വവും തിരിച്ചറിയുന്നു എന്നാണ്. കാരണം ലോകത്തിൻ്റെ രക്ഷകനെ തൻ്റെ ഉദരത്തിൽ വഹിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത വിശുദ്ധ പാത്രമാണ് മറിയം. എന്നാൽ കർത്താവിൻ്റെ മറുപടിയും അത്രത്തോളം പ്രധാനമാണ്. ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ അതിലേറെ ഭാഗ്യമുള്ളവർ. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം. ഇവിടെ കർത്താവ് തൻ്റെ മാതാവിൻ്റെ മഹത്വം കുറയ്ക്കുന്നില്ല, മറിച്ച് മറിയം യഥാർത്ഥത്തിൽ ഭാഗ്യവതിയായത് എന്തുകൊണ്ടാണെന്ന് വെളിപ്പെടുത്തുകയാണ്. അവൾ ദൈവത്തെ പ്രസവിച്ചതുകൊണ്ടും മാത്രം തന്നെയല്ല, ദൈവവചനം കേട്ടതിനെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ടാണ് ധന്യവതിയായത്. വിശുദ്ധ അഗസ്തീനോസും ജോൺ ക്രിസോസ്റ്റവും ഈ വചനത്തെ വ്യാഖ്യാനിക്കുമ്പോൾ പറയുന്നത്, മറിയത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം അവൾ ക്രിസ്തുവിനെ ഉദരത്തിൽ വഹിച്ചതല്ല, ആദ്യം അവൾ ക്രിസ്തുവിനെ വിശ്വാസത്തിൽ സ്വീകരിച്ചതാണ്. ഗബ്രിയേൽ ദൂതനോട് അവൾ പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന മറുപടിയിലാണ് അവളുടെ യഥാർത്ഥ ധന്യത വെളിപ്പെടുന്നത്. അതുകൊണ്ട് പുരുഷാരത്തിൽ നിന്നുള്ള ആ സ്ത്രീയുടെ വാക്കുകൾ ഇന്നും സഭ ആവർത്തിക്കുന്നു. നിന്നെ ചുമന്ന ഉദരവും നിനക്ക് പാലു തന്ന മുലകളും ഭാഗ്യമുള്ളവ എന്നത് ദൈവമാതാവിൻ്റെ മഹത്വത്തെ അംഗീകരിക്കുന്ന വിശ്വാസത്തിൻ്റെ ശബ്ദമാണ്. അതേസമയം കർത്താവിൻ്റെ മറുപടി നമ്മെ പഠിപ്പിക്കുന്നത് മറിയത്തിൻ്റെ മഹത്വത്തിൻ്റെ അടിസ്ഥാനം അവളുടെ അനുസരണവും വിശ്വാസവും ദൈവഹിതത്തോടുള്ള സമർപ്പണവുമാണ് എന്ന സത്യമാണ്. അതിനാൽ പരിശുദ്ധ ദൈവമാതാവിനെ ധന്യവതിയായി വിളിക്കുമ്പോൾ നാം അവളുടെ മാതൃത്വത്തെ മാത്രമല്ല സ്തുതിക്കുന്നത്, അവളുടെ വിശ്വാസത്തെയും അനുസരണത്തെയും ദൈവവചനത്തോടുള്ള പൂർണ്ണ സമർപ്പണത്തെയുമാണ് വണങ്ങുന്നത്. അവൾ ലോകത്തിൻ്റെ രക്ഷകനെ പ്രസവിച്ച ഭാഗ്യവതിയാണ്. അതിലും മേലെ ദൈവവചനം കേട്ട് അത് ജീവിതത്തിൽ നിറവേറ്റിയ ധനിയായ ദാസിയാണ്. അതുകൊണ്ട് ആണ് എല്ലാ തലമുറകളും ഇന്നും അവളെക്കുറിച്ച് പറയുന്നത്, ഇതാ ഇന്നു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 48-ാം വാക്യം. ഈ വേദഭാഗം ഓർത്തഡോക്സ് പിതാക്കന്മാരുടെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ഇത് ദൈവമാതാവിൻ്റെ മഹത്വത്തെയും അതേസമയം അവളുടെ വിശ്വാസത്തിൻ്റെ ആഴത്തെയും ഒരുപോലെ വെളിപ്പെടുത്തുന്ന ഭാഗമാണ്.